പ്രാർത്ഥിക്കുന്ന ശമൂവേലേ, Yes. നീ ആലയത്തിനകത്ത് കിടന്നുറങ്ങേണ്ടത്. प्रार्थना करने वाले शमूएल, तुम्हें सभा के अंदर सोना चाहिए। നിന്റെ ലക്ഷ്യത്തിനകത്ത് നീ കയറ്. तुम्हारा जो लक्ष्य है उसके ओर तुम्हें जाना चाहिए। നിന്റെ ഉത്തരവാദിത്തത്തിനകത്ത് നീ കയറ്. तुम्हारे ऊपर जो बोला गया है वो तुम्हें करना चाहिए। 4-ാം അധ്യായത്തിൽ വരുമ്പോ 4वीं अध्याय में जब हम आते हैं, 10-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, उसके 10वीं वाक्य में ऐसे बोला गया है, എലീസർ പട തുടങ്ങിയപ്പോൾ एलीसा जब अपना काम शुरू किया, ഇസ്രായേൽ തോറ്റു എന്ന इस्राएल वहां पे हार गए। ഓരോരുത്തരും താന്താന്റെ വീട്ടിലേക്ക് ഓടി. सब लोग अपने अपने घर की ओर भागे। 11-ാം വാക്യത്തിൽ ദൈവത്തിന്റെ പെട്ടകം പിടിപ്പെട്ടു. 11वीं अध्याय में परमेश्वर का जो वो नाव था वो पकड़ा ദൈവത്തിന്റെ गया। പെട്ടകം എന്താ? परमेश्वर का नाव क्या है? ദൈവത്തിന്റെ സാന്നിധ്യം ഇരിക്കുന്ന സ്ഥലമാണ്. परमेश्वर जहाँ पे बैठे होते हैं वो जगह है। പക്ഷെ അതും എവിടെയാ? മെലീസൻ പിടിച്ചിരിക്കുക. वो भी फिलिस्तीन लोगों ने पकड़ लिया। നമ്മുടെ സാന്നിധ്യം ഇരിക്കേണ്ട ഇടം എവിടെയാ ഇരിക്കുന്നത്? हमें कहाँ पे बैठना चाहिए? परमेश्वर हमारे कहाँ पे होना चाहिए? നമ്മുടെ പരിശുദ്ധാത്മാവ് ഇരിക്കുന്ന സ്ഥലത്ത് എന്താ കയറി ഇരിക്കുന്നത്? हमारे अंदर पवित्र आत्मा जहाँ पे बैठना चाहिए वहाँ पे क्या बैठा हुआ है? अभी ആരാ പിടിച്ചിരിക്കുന്നത്? किसने उसको पकड़ के रखा है? പ്രാർത്ഥിക്കുന്നവൻ എവിടെയാ ഇരിക്കുന്നത്? प्रार्थना करने वाला व्यक्ति अभी कहाँ पे बैठा हुआ है? പരിശുദ്ധാത്മാവിനെ ഉണർന്നിരിപ്പീൻ, पवित्र आत्मा ऐसे बोलता है कि उठ के बैठो, എഴുന്നേൽപ്പീൻ, जागो, तुम മടങ്ങി വരുവീൻ. वापस आओ। നോക്കണേ, ഇവിടെ പറയുക സ്തോത്രം, ആമേ, ദൈവത്തിന്റെ പെട്ടകം പിടിപ്പെട്ടു. परमेश्वर का जो संदूक है वो छीन लिया गया। പുതിയ നിയമത്തിനകത്ത് ദൈവത്തിന്റെ പെട്ടകം എന്ന് പറയുന്നത് നമ്മുടെ ആമേ ശരീരമാ. പരിശുദ്ധാത്മാവ് ഇരിക്കുന്ന സ്ഥലം നമ്മുടെ ശരീരമാ. वचन में बोला गया है परमेश्वर का जो संदूक है वो क्या है? हमारा शरीर है। ഈ ശരീരം താത്താക്കൾക്കുള്ളവരല്ല. ये जो शरीर है वो अपना नहीं है। ആണോ? क्या ये अपना है? അല്ല. മടങ്ങി വരാം. हमें वापस आना चाहिए। പരിശുദ്ധാത്മാവേ, पवित्र आत्मा, എന്റെ ശരീരം പരിശുദ്ധമാകണമേ. मेरे इस शरीर को आप शुद्धिकरण कीजिए। നോക്കണേ, അവിടെ പെട്ടുപോയി. देखिए वहां पे वो छीन लिया गया। അവർ തീർന്നു പോയെന്നാ. उन लोगों ने सोचा मैं बर्बाद हो गया। ആമേൻ, സ്തോത്രം. അവിടെ 12-ാം വാക്യത്തിൽ പറയുന്ന, പോർക്കളത്തിൽ നിന്ന് ഒരു ബെന്യാമിൻ വസ്ത്രം കീറി തലയിൽ പൂഴി വാരി ഇട്ടുകൊണ്ട് ഓടി വന്ന് അന്ന് തന്നെ അവൻ ശീലോമിൽ വന്നു. 12वीं वाक्य में पढ़ सकते हैं कि बिन्यामीन नाम की एक मनुष्य जो था उसने अपना कपड़ा सब कुछ फाड़ के, अपने वस्त्र फाड़ के दौड़ के गया। ഏലി പുരോഹിതൻ മരിച്ചു. एली जो पुरोहित थे वो मर गए। 2 പുത്രന്മാരും മരിച്ചുപോയി. उनके दोनों बेटे भी मर गए। പക്ഷെ അതിനകത്തായിരുന്നു लेकिन उसके अंदर ऐसा था